സാർ നമസ്കാരം. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-നുണ്ടായ നാണംകെട്ട തോൽവി ഇനിയും ഉൾക്കൊള്ളാൻ CPM-ന് സാധിച്ചിട്ടില്ല. അഥവാ ഉൾക്കൊണ്ടാൽ തന്നെ ആരാണ് അതിന് കാരണക്കാർ എന്നുള്ളത് അമാവാസി നാളിൽ കറുത്ത പൂച്ചയെ രാത്രി തപ്പുന്ന ഒരവസ്ഥയിലേക്ക്, ആ ഒരു രീതിയിലേക്ക് CPM നേതാക്കൾ എത്തിച്ചേർന്നിരിക്കുന്നു. എന്നാൽ ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് CPM-ന്റെ സംസ്ഥാന സമിതി ചേരുന്നു. ഇന്നും നാളെയും ചേരുന്ന സംസ്ഥാന സമിതിയിൽ പ്രധാന അജണ്ടയായി വരുന്നത് കേരളത്തിൽ CPM-നുണ്ടായ ഈ ദയനീയമായ പരാജയത്തിൻ്റെ കാരണങ്ങളിൽ ഒന്ന്, 10 വർഷക്കാലം മുഖ്യമന്ത്രി കസേരയിലിരുന്നും ഏതാണ്ട് 16 വർഷക്കാലം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന് CPM-നെ തൻ്റെ കാൽക്കീഴിലും കൈക്കുള്ളിലും കൊണ്ടു നടന്ന് ഏകഛത്രാധിപതിയായി ഭരണം തിരിച്ച പിണറായി വിജയനും, അതുപോലെ പിണറായി വിജയൻ്റെ കീഴിൽ ഒരു റിമോട്ട് കൺട്രോളറിൽ ചലിക്കുന്ന പാവയെപ്പോലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പദം വഹിച്ച MP ഗോവിന്ദനും തന്നെയാണ് CPM-ന് ഇത്രത്തോളം ദയനീയമായ പരാജയം ഉണ്ടാക്കിയതിൽ പ്രധാന വക്താക്കൾ എന്നാണ് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങളിൽ കേരളത്തിലെ ബൂത്ത് തലം മുതൽ ഏരിയ കമ്മിറ്റിയും സംസ്ഥാന സമിതിയും എല്ലാം ചർച്ച ചെയ്ത് കണ്ടെത്തിയ ഉത്തരം. എന്നാൽ പിണറായി വിജയനും MP ഗോവിന്ദനും ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴും അവർക്ക് തലയ്ക്കുള്ളിൽ വെളിവുദിച്ചിട്ടില്ല. തോൽവിയുടെ കാരണം മറ്റെന്തൊക്കെയോ ആണ് എന്ന് പറഞ്ഞ് തടിതപ്പാൻ അവർ ശ്രമിക്കുന്നു. എന്നാൽ ഇന്ന് കൂടുന്ന സംസ്ഥാന സമിതിയിൽ തോൽവിയുടെ കാരണം കൃത്യമായി ചർച്ച ചെയ്യും. ഈ നേതാക്കൾക്ക് അതേക്കുറിച്ചുള്ള പങ്ക് ചർച്ച ചെയ്യും. അതിലൊരു തീരുമാനമുണ്ടാകും. പിന്നീട് വിപുലീകൃതമായ മറ്റൊരു കമ്മിറ്റി കോഴിക്കോട് വച്ച് ചേരാനും തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഇന്നും നാളെയുമായി ചേരുന്ന സംസ്ഥാന സമിതിയിൽ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉണ്ടാകുന്ന നടപടിക്രമങ്ങളിലേക്ക് പാർട്ടി കടക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയായ MA ബേബിയും ചില പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും കേരളത്തിൽ ഇതുവരെയും പിണറായി വിജയന്റെ കൂടെ നിന്നു എന്ന് പറയപ്പെടുന്ന തലമുതിർന്നതും തലമുതിരാത്തതുമായ പിണറായി വിജയൻ കൊണ്ടു നടന്ന ചില നേതാക്കളും പിണറായി വിജയനെതിരെയുള്ള ഈ ഒരു അച്ചുതണ്ടിൽ അണിചേർന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത്. ഫലത്തിൽ പിണറായി വിജയന്റെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്തു കഴിഞ്ഞു. ഇനി പിണറായി വിജയൻ CPM-ന്റെ നേതൃത്വ നിരയിൽ ആവശ്യമില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. എന്തായാലും ഇന്നും നാളെയും ചേരുന്ന സംസ്ഥാന സമിതി പിണറായി വിജയന്റെ CPM-നകത്തുള്ള രാഷ്ട്രീയ ഭാവി ചോദ്യചിഹ്നമായി മാറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം വരെ ഉപേക്ഷിക്കേണ്ടതായി വന്നേക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ കേരളത്തിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ ഗതിവിഗതികൾ അടുത്തു നിന്നും അകലിൽ നിന്നും നോക്കിക്കാണുകയും അതേക്കുറിച്ച് കൃത്യമായി ലേഖനങ്ങൾ എഴുതുകയും പ്രഭാഷണം നടത്തുകയും മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ രാജ്മോഹൻ സാർ ഇതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ആദ്യം താങ്കളുടെ ഒരു കമൻറ്റിനോട് പ്രദീപ് പറഞ്ഞൊരു കമൻറ്റിനോട് ഞാനൊരു വിയോജിപ്പ് പറയുകയാണ്. എങ്ങനെയാണ് തോറ്റതെന്ന് ആലോചിക്കാൻ പോലുമുള്ള വെളിവില്ല എന്ന് പിണറായിയെക്കുറിച്ചും ഗോവിന്ദനെക്കുറിച്ചും താങ്കൾ പറഞ്ഞു. ഞാൻ കണക്കൂട്ടുന്നത് നല്ല വെളിവുണ്ട്. ആ സത്യം കണ്ടുപിടിച്ചാൽ ആദ്യം ഉള്ളാൻ പോകുന്ന തല തങ്ങളുടെ തന്നെ ആയിരിക്കും എന്നുള്ള നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ അന്വേഷണത്തെ താമസിപ്പിക്കാനോ വഴിതെറ്റിക്കാനോ ഏതെല്ലാം രീതിയിൽ ശ്രമിക്കുകയോ ആ രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നേതാക്കൾക്കല്ല, നേതൃത്വത്തിന്. അപ്പോൾ അതിന് പിണറായി വിജയന് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ലാവലിംഗ് കേസ് പോലും സുപ്രീം കോടതിയും CBI ഒക്കെ കളിപ്പിച്ചിട്ട് ഇത്ര നീട്ടിവെക്കാൻ പറ്റുമെങ്കിൽ എന്ത് സ്റ്റേറ്റ് കമ്മിറ്റി, എന്ത് ഗോവിന്ദൻ, എന്ത് ജയരാജൻ, ആ രീതിയിലാണ്, അല്ലേ എന്ത് MA ബേബി, ആ രീതിയിലാണ് ഇതിനെയും കൈകാര്യം ചെയ്യുന്നത്. പണ്ടൊരു മുദ്രാവാക്യം കേരളത്തിൽ കേട്ടിട്ടുണ്ടായിരുന്നു, എനിക്കൊന്നും ഓർമ്മയില്ല, പറഞ്ഞു കേട്ടൊരു അറിവാണ്. ഇന്ദിര എന്നാൽ ഇന്ത്യ, ഇന്ത്യ എന്നാൽ ഇന്ദിര എന്ന ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു അത്രേ. എന്ന് പറഞ്ഞതുപോലെ ഈ അടുത്ത കുറേ കാലങ്ങളായി CPM എന്ന് പറഞ്ഞാൽ പിണറായി, പിണറായി എന്ന് പറഞ്ഞാൽ CPM, മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന് പറയുമ്പോൾ പിണറായി വിജയന്റെ വലിയ തല ഫ്ലെക്സിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങോരല്ലാതെ അല്ലെങ്കിൽ ഇദ്ദേഹമല്ലാതെ LDF-ൽ മറ്റാരില്ല എന്നുള്ളൊരു സന്ദേശം കൊടുത്തതുപോലെ സാർ അത് തന്നെയാണോ സൂചിപ്പിച്ചത്? ഞാൻ അതൊക്കെ തന്നെയാണ് സൂചിപ്പിച്ചത്. കാരണം ഇവർക്കറിയാം CPM-ന് രക്ഷപ്പെടണമെങ്കിൽ ആദ്യം കാർൽ മാർക്സിൻ്റെയും ചെഗുവേരയുടെ ഒക്കെ കൂട്ട് താലത്തിലെടുത്ത് MP ഗോവിന്ദൻ്റെയും പിണറായി വിജയൻ്റെയും തലയെടുത്ത് വെച്ച് കൊടുത്ത് അവിടെ രക്തവിഹാരം പുഷ്പങ്ങൾ അർപ്പിച്ചെങ്കിൽ മാത്രമേ CPM രക്ഷപ്പെടാൻ പോകുന്നുള്ളൂ. പക്ഷെ ദൗർഭാഗ്യവശാൽ പേടിച്ചോടുന്ന ഒരു സൈന്യത്തിന് ധൈര്യം കിട്ടുക വളരെ കുറവാണ്. അപ്പോൾ സ്വന്തം കമാൻഡറെ ചോദ്യം ചെയ്യേണ്ട അവസ്ഥയിൽ പേടിച്ചോടുന്ന സൈന്യം ഇത്. അതുകൊണ്ട് മാർക്സിസ്റ്റുകാർക്ക് ധൈര്യം കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഇവിടെ സംസ്ഥാന കമ്മിറ്റി കൂടി സെൻട്രൽ കമ്മിറ്റി കൂടി ഇപ്പോൾ വന്നിരിക്കുന്ന പ്രത്യേകത എന്ന് പറഞ്ഞാൽ MA ബേബിയാണ് അഖിലേന്ത്യാ സെക്രട്ടറി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യയിലെ നമ്പർ 1 നേതാവ് MA ബേബിയാണ്.
പിണറായി വിജയനുമായിട്ടുള്ള ഗുസ്തിയിൽ എം എ ബേബിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക പരാധീനതയുണ്ട്. ഇനി എന്ത് വന്നാലും പിണറായി വിജയൻ കയ്യിലുണ്ടെങ്കിൽ പോലും 5 പൈസ എം എ ബേബിക്ക് കൊടുക്കാൻ സാധ്യതയില്ല. അപ്പോൾ എം എ ബേബിക്ക് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പിന്തുണയും ഇപ്പോൾ കിട്ടുന്നുണ്ട്. അത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. ആ പിന്തുണയും കൂടി ഉള്ളപ്പോൾ എം എ ബേബിക്ക് തന്നെ നിലനിൽക്കണമെങ്കിൽ, അഡ്രസ്സ് ഉണ്ടാകണമെങ്കിൽ കേരളത്തിൽ ഒരുമാതിരി ശക്തമായ പാർട്ടി വേണം. സാർ, മറ്റൊരു കാര്യം കൂടി ഒന്ന് എടുത്തു പറയട്ടെ, ഇടപെട്ട് പറയുകയല്ല. ഇപ്പോൾ എം എ ബേബി ഉൾപ്പെടെയുള്ള CPM പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെല്ലാം കഞ്ഞി കുടിച്ചു പോകുന്നത് ഈ കേരളത്തിലെ CPM നിന്ന് കിട്ടുന്ന ലഭ്യ കൊണ്ടായിരുന്നല്ലോ. ഈ ഭരണം മാറിയ സാഹചര്യത്തിൽ ഇനി അതെങ്ങനെ സാധ്യമാകും എന്നുള്ളത് അവരന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഭരണം മാറിയ സാഹചര്യത്തിൽ ഇനിയും പിണറായി വിജയനെ താങ്ങി മുന്നോട്ട് പോകണ്ട എന്നൊരു തീരുമാനവും അവിടെ നിന്നുണ്ടായിട്ടില്ലേ? ഉറപ്പായിട്ടുണ്ടാവും. അതാണ് ഇനി എം എ ബേബിക്ക് തന്നെ അല്ല, എം എ ബേബിക്ക് നിലനിൽക്കണ്ടേ. എം എ ബേബിക്ക് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ രാഷ്ട്രീയ നേതാവെന്നുള്ള ഐഡൻറ്റിറ്റി വേണം. ആ ഐഡൻറ്റിറ്റി ഇവന്മാരുടെ കൂടെ ഇനി കിട്ടിയല്ല. ഇവർ വിധേയൻ്റെ ഐഡൻറ്റിറ്റി പോലും ഇനി പ്രയോജനമില്ല. പിണറായി വിജയൻ്റെ വിധേയൻ എന്ന് പറഞ്ഞിട്ട് പോലും ആരും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ ചെയ്യാൻ പറ്റുന്ന സ്വന്തമായിട്ട് ഐഡൻറ്റിറ്റി ഉണ്ടാകുക. സ്വന്തമായിട്ട് ഐഡൻറ്റിറ്റി ഉണ്ടാകണമെങ്കിൽ ഇപ്പോഴത്തെ നിലവിലുള്ള പാർട്ടി സ്ട്രക്ചറിൽ, അതായത് പിണറായി വിജയനും MV ഗോവിന്ദനും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന പാർട്ടി സ്ട്രക്ചറിനെ അടിമുടി ഉടച്ചു വാർക്കുക. ആ ഉടച്ചു വാർക്കലിലേക്ക് സംസ്ഥാന കമ്മിറ്റിയും സെൻട്രൽ കമ്മിറ്റി എത്തുമെന്നുള്ളതാണ്. താങ്കൾ അതാ ചോദിച്ചത്. അല്ല, സെൻട്രൽ കമ്മിറ്റി ഇത് തന്നെയാണ് ആവശ്യം ഉന്നയിച്ചത്. കാരണം ഇപ്പോൾ ഈ ദയനീയമായ പരാജയത്തിൽ നിന്ന്, കാരണം ഇപ്പോൾ ഈ ഇന്ത്യയിൽ ഇവിടെ മാത്രമായി ഇത് മാറി. ഇപ്പോൾ ത്രിപുരയിലും പശ്ചിമ ബംഗാളിലൊക്കെ ഉണ്ടായിരുന്ന ഈ പ്രസ്ഥാനം ഇപ്പോൾ കേരളത്തിൽ മാത്രമായിരുന്നു ഭരണം ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതും പോയി. അപ്പോൾ ഇനിയും ഇത്രയും ദയനീയമായൊരു പരാജയത്തിൽ നിന്ന്, അതായത് മറ്റൊരു ബംഗാളായി മാറാതെ കേരളത്തെ പടിപടിയായിട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും അധികാരത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ഈ CPM എന്ന ഈ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സാരഥ്യത്തിൽ നിന്നും തീർച്ചയായും പിണറായി വിജയനും MV ഗോവിന്ദനും മാറണം എന്നുള്ളൊരു തീരുമാനം പോളിറ്റ് ബ്യൂറോ അംഗങ്ങളടക്കമുള്ള ഒട്ടുമിക്ക കേന്ദ്ര നേതൃത്വത്തിനും അങ്ങനെയൊരു നിലപാടാണുള്ളത്. ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ ഈ യോഗം ചേരുന്നതെന്ന് പറയുമ്പോൾ തീർച്ചയായും പിണറായി വിജയൻ്റെയും MV ഗോവിന്ദൻ്റെയും എല്ലാം CPMലെ ഭാവി ചോദ്യം ചെയ്യപ്പെടുക തന്നെയല്ലേ? അല്ല, ഇതിൽ വീണ്ടും പ്രശ്നം വരുന്നു. പിണറായി വിജയനെ MV ഗോവിന്ദനെ അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ, ഞാനങ്ങനെ മാറ്റുമെന്ന് വിചാരിക്കുന്നില്ല. ഞാൻ വേറെ ഇവരോട് തന്നെ പേഴ്സണലായിട്ട് കമ്മിറ്റി ആവശ്യപ്പെടും, നിങ്ങൾ തൽക്കാലം മാറി നിൽക്കുക, മാറ്റുകയല്ല ചെയ്യാൻ പോകുന്നത്. ഇവർ സ്വയം മാറി നിൽക്കുന്ന ഒരു ധ്വനി പുറമേ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും കാരണം കൊണ്ട് അസുഖമോ കാലിന് വേദനയോ ജലദോഷമോ ഒക്കെ പറഞ്ഞ് തൽക്കാലത്തേക്ക് 1-2 ദിവസം ലീവ് എടുക്കുക, അല്ലെ ഒരാഴ്ച ലീവ് എടുക്കുക, ആ ലീവ് നീട്ടിക്കൊണ്ടുപോകുക, അങ്ങനെ പല മാർഗ്ഗങ്ങളുണ്ട്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ധാരാളം അസുഖങ്ങളുണ്ട്, ചികിത്സയിലിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ആരോഗ്യപരമായ ഈ പറയുന്നത് ഗൗരവമൊന്നുമില്ല, പുല്ല് പോലല്ലേ ഇപ്പോൾ ഓടിച്ചാടി നടക്കുന്നത്. പ്രായാധിക്യം പുള്ളിക്ക് വിഷയം തന്നെയാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പുള്ളിയുടെ. അദ്ദേഹത്തിന്റെ നടപ്പിലും ഇരിപ്പിലും ഒക്കെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പുറത്താക്കാൻ തീരുമാനിച്ചാലും സ്വാഭാവികമായി രാജിവെച്ച്, ആരോഗ്യപരമായ കാരണങ്ങളാൽ രാജിവെച്ച് മാറുന്നു എന്നുള്ള ധ്വനിയെ ഇവർ പുറമേ ഉണ്ടാക്കാൻ പോകുന്നുള്ളൂ. പിന്നെ രണ്ടാമത് ഇവിടെ പ്രശ്നം, കഴിഞ്ഞ ദിവസം ഈ ചർച്ചയിൽ ഇവിടുത്തെ അല്ല മറ്റ് ചില ചർച്ചകളിൽ വന്നപ്പോൾ ആരായിരിക്കണം പകരം എന്നുള്ള ചോദ്യം ചോദിച്ച് ഒരു ബ്ലണ്ടാക്കാണ്. ദർ ഈസ് നോ അതർ ഓൾട്ടർനേറ്റീവ്. അങ്ങനെ ഒരു നെഗറ്റീവ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിണറായി വിജയൻ ഇല്ലെങ്കിൽ ആരുമില്ല, നേതാവായിട്ട് ആരുമില്ല. അപ്പോൾ അതിനെ കൗണ്ടറായിട്ട് ഇന്നലെ ഉയർന്നു വന്ന ചോദ്യങ്ങൾ 2-3 പേർ അപ്രതീക്ഷിതമായിട്ടുള്ള പേര് വന്നു. ഒന്ന്, നമ്മുടെ പ്രതാപനെ തോപ്പിച്ച MLA മണലൂർ രവീന്ദ്രനാഥ്. യാതൊരു ഒട്ടും കറപ്ഷനല്ല, കഴിവുള്ളവനാണ്, പ്രതികൂല സാഹചര്യത്തിൽ ജയിച്ചു വന്നവനാണ്. രവീന്ദ്രനാഥ് വിവരമുള്ളവനാണ്. ആ രവീന്ദ്രനാഥിനെ വേണമെങ്കിൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കാം. ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ശശിധരൻ കർത്തായുടെ അളിയനാണ്, ഏറ്റവും അടുത്ത സ്വന്തക്കാരനാണ്. ആ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഇങ്ങനെ ആ ചീത്തപ്പേര് അടുത്തൂടെ പോയിട്ടില്ല. ഇനി രണ്ടാമത്തെ ആൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളുടെ പേര് പറഞ്ഞു. അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് CPMന് വലിയ ഉത്തേജക മരുന്നിൻ്റെ ഫലം ചെയ്യും. മറ്റാരുമല്ല, സുരേഷ് കുറുപ്പിൻ്റെയാണ്. കോട്ടയം SFIയുടെ നേതാവായിരുന്നു. SFIക്ക് കോട്ടയത്ത് രമേശ് ചെന്നിത്തല വരെ തോൽപ്പിക്കാൻ മാത്രം കോട്ടയം ജില്ലയിൽ വളർന്ന ആളായിരുന്നു സുരേഷ് കുറുപ്പ്. പക്ഷേ അച്യുതാനന്ദനോട് സഹതാപം കാണിച്ചതിൻ്റെ പേരിൽ, അച്യുതാനന്ദനെ ഒന്ന് പോയി കണ്ടതിൻ്റെ പേരിൽ കംപ്ലീറ്റ് ആ പാർട്ടിയുടെ എല്ലാ രംഗങ്ങളിൽ നിന്നും മാറ്റപ്പെട്ട ആളാണ് സുരേഷ് കുറുപ്പ്. TP ചന്ദ്രശേഖരൻ അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് CPMന് ഏറ്റവും സ്വീകാര്യനായ നേതാവ് ഒന്നുകിൽ രവീന്ദ്രനാഥ് അല്ലെങ്കിൽ സുരേഷ് കുറുപ്പ്. അതുപോലുള്ളവർ വേറെ കാണും, നമുക്കറിയത്തില്ല. സമ്പത്തുണ്ടായിരുന്നു, സമ്പത്തിനെ അവർ ഡൽഹി കൊണ്ടിട്ട് നശിപ്പിച്ചു. പ്രത്യേക പ്രതിനിധിയായിക്കൊണ്ട് എല്ലാവരും സർക്കാർ കോടതിയിൽ എങ്ങനെയെങ്കിലും നിർബന്ധിച്ചെങ്കിലും കൈയിടിക്കും. പിന്നെ അവനൊന്നും മിണ്ടാൻ പറ്റുകയല്ലോ. അതാ പിണറായി വിജയൻ്റെ ബലം. പക്ഷെ ആ ബലം ഇപ്പോൾ ഇല്ലാതാവുന്നു. സുരേഷ് കുറുപ്പൂടെ വരാമെന്നുണ്ടെങ്കിൽ നല്ല ഒരു കോൺഗ്രസ് വേഴ്സസ് CPM, ഒരു ജനാധിപത്യ CPM, സിവിലൈസ്ഡ് CPM, അങ്ങനെ ഒരു രീതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞു. അതിലൊരു ഇപ്പോഴും അവർ നോക്കുന്ന അങ്ങനെ വരരുത്. അതിനാണ് ഇങ്ങനെ
കുഞ്ഞികൃഷ്ണൻ്റെ വീട് ആക്രമിക്കുക, കൂട്ടുകാരൻ്റെ ചെമ്മീൻ കെട്ട് നശിപ്പിക്കുക, ഇപ്പുറത്ത് ഗോവിന്ദനും ഭാര്യയെ വോട്ട് ചെയ്യാൻ. അത്തരം വിഷയങ്ങളൊക്കെ നമുക്ക് മറ്റൊരു എപ്പിസോഡ് വിശദമായിട്ട് ചർച്ച ചെയ്യാം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ CPM-ന്റെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധിയിൽ നിന്നും CPM-ന് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ വിലങ്ങുതടിയായി നിൽക്കുന്നത് ഈ പിണറായി വിജയനും അവരുടെ കൂടെ നിൽക്കുന്ന കുറേ നേതാക്കന്മാരുണ്ട്, രാകേഷ് ഉൾപ്പെടെയുള്ളവരുണ്ട്. അങ്ങനെ അതിൽ പലരും ഇപ്പോൾ മാറിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് അടുത്ത കാലത്ത് മാറിയ ചിലർ അതിൽ യൂസ്ലെസ് ആണ്. സ്വരാജിനെ പോലുള്ളവരാ. അല്ല, ഈ നമ്മുടെ പിണറായി വിജയന്റെ അടുത്ത ആളെന്ന് പറഞ്ഞ പുത്തലത്ത് ദിനേശൻ, ദേശാഭിമാനിയുടെ എടുത്ത ദിനേശൻ മാറി കഴിഞ്ഞു. പുത്തല ദിനേശൻ. അതുപോലെ നമ്മുടെ കളമശ്ശേരിയിലെ സ്വന്തം MP ആയിരുന്ന വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന പി രാജീവ്. ഇവരൊക്കെ ഇടം വല നിന്നിരുന്ന ആളുകളാണ് പിണറായി വിജയന്റെ. അതുപോലെ KN ബാലഗോപാൽ നിയമസഭയിൽ തന്നെ നേരിട്ട് പരസ്യമായിട്ട് അവഹേളിക്കുന്ന തരത്തിൽ സംസാരിച്ചു. എന്തെങ്കിലും വായ തുറന്ന് മിണ്ടിക്കൂടെ? അല്ലെ, ഞാൻ മുമ്പേ പറഞ്ഞ രണ്ടുപേരും ഒരു കോൺട്രവേഴ്സിയിലും പെടാതെ ഇടതുപക്ഷ മുഖം കാണിച്ച രണ്ടുപേരാ. അവരുടെ പേര് സജീവമാണ്. അത് തീർച്ചയായിട്ടും കുറച്ചൊക്കെ ഈ പറഞ്ഞ പോലെ പാർട്ടിയുടെ നയങ്ങളും ആദർശങ്ങളും ഉൾക്കൊണ്ട് മുന്നോട്ട് പോയിരുന്ന, കുറച്ചൊക്കെ അല്ല, അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മുന്നോട്ട് പോയിരുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ തീർച്ചയായും പക്ഷെ ഇപ്പോഴത്തെ ഒരു CPM-ന്റെ അവസ്ഥ നമ്മൾ പരിശോധിക്കുമ്പോൾ അത്തരത്തിലുള്ള ആദർശ മുഖങ്ങളെയൊക്കെ CPM പരിഗണിക്കുന്നുണ്ടോ എന്നുള്ളത് അല്ല, അവർക്ക് പരിഗണിക്കാൻ നിർബന്ധിതരാകും. MAV കൺട്രോളിൽ വന്നാലും പി രാജീവ് വന്നാലും ബാലഗോപാലൻ വന്നാലും ഞാൻ ഈ പറഞ്ഞ പേരുകളെ ഒന്നും അവഗണിക്കാൻ പറ്റിയില്ല. അതിന് അല്ലെങ്കിൽ വേറെ കൊണ്ടുവരുന്ന മുഖങ്ങൾ വേറെയാണ്. അല്ല, തീർച്ചയായിട്ടും ഇപ്പോൾ ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ, ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നത്, യഥാർത്ഥ ഈ കമ്മ്യൂണിസ്റ്റ് ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ പരിപൂർണമായും ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന്, അതായത് പിണറായി വിജയന് പ്രതികൂലമായി വോട്ട് ചെയ്തു, എതിരായി വോട്ട് ചെയ്തു. അതുകൊണ്ടാണ് 1 കോടിയിൽ പരം വോട്ട് UDF-ന് ഇക്കുറി കൂടുതൽ കിട്ടിയത്. അപ്പോൾ അങ്ങനെ വോട്ട് ചെയ്ത ആളുകൾ കൃത്യമായി കൊടുക്കുന്നൊരു സൂചന പിണറായി വിജയനും പിണറായി വിജയൻ്റെ കങ്കാണികളും നയിക്കുന്ന CPM ഇനി ഇവിടെ ആവശ്യമില്ല. CPM-നെ നയിക്കാൻ ഇനി പുതിയൊരു നേതൃത്വം ആവശ്യമുണ്ട്. ഇവർ പുറത്തിറങ്ങി നിൽക്കട്ടെ, ഇവർ മാറി നിൽക്കട്ടെ. അതിൻ്റെ കൃത്യമായൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ് കൊടുത്തത്. അപ്പോൾ ഇത് മനസ്സിലാക്കാതെ വീണ്ടും ഞങ്ങളല്ല ഉത്തരവാദി, നേതൃത്വത്തിനാണ്, നേതാക്കൾക്കല്ല, ഏതെങ്കിലും ആളുകളെ കോർണർ ചെയ്ത് അങ്ങനെ ഈ പരാജയക്കാരനെ അവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൊടുന്യായങ്ങൾ പറഞ്ഞ് വീണ്ടും ആ കസേരയിൽ സ്ഥാനത്ത് അള്ളിപ്പിടിച്ചിരിക്കാൻ ശ്രമിക്കുന്ന ഇവരെ തൂത്തെറിയുക, ഈ കുളയട്ടകളെ തൂത്തെറിയുക എന്നുള്ളത് തന്നെയാണ് CPM-ന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. കുളയട്ടകൾ എന്ന് ഞാൻ പറഞ്ഞത് പിണറായി വിജയനെയോ MP ഗോവിന്ദനെയോ ഉദ്ദേശിച്ചല്ല. സാധാരണ മനുഷ്യൻ്റെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരുന്ന് രക്തമൂറ്റി കുടിക്കുന്ന ഒരു പറ്റം ജീവികളാണ്. ഈ ജീവികളെ തൂത്തെറിയുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്തരത്തിൽ CPM-ന്റെ ആരോഗ്യപരമായ വളർച്ചയ്ക്ക് കാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ വിഘാതമായി നിൽക്കുന്ന ചില അട്ടകളെ തൂത്തെറിയേണ്ടത് CPM-നുണ്ട്. അല്ല, അതിനുള്ള ശ്രമം CPM നടത്തും. ഇന്ന് വേറൊരു ഗുണം ഉള്ളത്, മുൻകാലങ്ങളിലെ പോലെ സംഘടിച്ച് പിണറായി വിജയന് വേണ്ടി മുദ്രാവാക്യം വിളിക്കാനും ME ഒന്നിനെ അല്ലെങ്കിൽ ഇവരെ പ്രതിരോധിക്കാനും ആർഷോ പോലും വരുമെന്ന് തോന്നില്ല. കാരണം ഇപ്പോൾ ഇവിടെ ED വീണാ വിജയനെ രക്ഷിക്കാൻ പോയി പെട്ട് കിടക്കുന്നവരെല്ലാം പെട്ട് കിടക്കുക. അതുകൊണ്ട് ഇവരുടെ സംസ്ഥാന കമ്മിറ്റിയിൽ ഇവർക്ക് അനുകൂലമായി കൈവെക്കുന്നവരുടെ എണ്ണം കുറഞ്ഞ് തീരെ കുറയും. ഒരുപക്ഷെ സംസ്ഥാന സമിതി സമാപിക്കുന്നതിന് മുമ്പ് തന്നെ ED-യുടെ കേസുമായി ബന്ധപ്പെട്ട് ED ആക്രമിച്ച കേസിൽ ഈ പിണറായി വിജയൻ, MP ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾക്കെതിരെ പോലീസിന്റെ ഭാഗത്തു നിന്ന് നിയമ നടപടികൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ കുറേ സംഭവം പാർട്ടിക്ക് കുറേ എളുപ്പമാവും. അതെ, പാർട്ടി നിയമത്തിൻ്റെ വഴിക്കെന്ന് പറഞ്ഞ വാചകം പറഞ്ഞ് ഇവരെ ആ കേസിനങ്ങ് വിട്ടാച്ചാൽ മതി. തീർച്ചയായും. അപ്പോൾ അത്തരത്തിലുള്ള നടപടികളൊക്കെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സംസ്ഥാന കമ്മിറ്റിയിൽ പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാവരും ഇത്തരം ഏറാമൂഴികളെ തന്നെയാണ് കൂടുതൽ പേരെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അവർ പിണറായിക്ക് വേണ്ടി കൈവെക്കും എന്ന ഒരു പ്രതീക്ഷ ഇപ്പോഴും പിണറായി ക്യാമ്പിനുണ്ട്. അല്ല സാർ, അത് നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ടും ഇത്തരത്തിൽ ഈ ഒരു മാറിയ സാഹചര്യത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കില്ല. കാരണം ഈ ഏറാൻമൂളികൾ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകൾ അവസരവാദികളും ഇപ്പം മാറിയിരിക്കുന്നത് അത് തന്നെയാണ്. ഇപ്പോൾ പോളിറ്റ് ബ്യൂറോയിൽ സ്വന്തം വോട്ടിന്റെ കൂടെ ഭൂരിപക്ഷത്തിലാണ് പിണറായി വിജയൻ പ്രതിപക്ഷം. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ എല്ലാവരും തനിക്ക് വേണ്ടി കൈവെക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഇനി പിണറായി വിജയൻ ഇല്ല. പിണറായി വിജയൻ അറിയാം കൈവെക്കേണ്ടതായിട്ട് വരാണെങ്കിൽ പക്ഷേ സ്വന്തം കൈ മാത്രം ഉണ്ടാകാനേ സാധ്യതയുള്ളൂ എന്നുള്ളത്. അതെ, പക്ഷേ റിയാസ് പോളിറ്റ് ബ്യൂറോ മെമ്പർ അല്ല എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. അതാണ്. അപ്പോൾ തീർച്ചയായും അത്തരത്തിൽ കാര്യങ്ങൾ മാറുമ്പോൾ പിണറായി വിജയൻ പാർട്ടിയിൽ ഏറെക്കുറെ ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥ തന്നെയാണ്. എന്തായാലും ഇന്നും നാളെയും ചേരുന്ന സംസ്ഥാന സമിതിയിൽ ഇതിലൊരു തീരുമാനം ഉണ്ടാക്കും. ഇനി തീരുമാനം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ വിപുലീകരിച്ചൊരു കമ്മിറ്റി കോഴിക്കോട് വെച്ച് ചേരാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. അതിലെന്തായാലും നടപടി ഉണ്ടാകും. അതിനുള്ളിൽ ഒരുപക്ഷെ ED-യെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് MP ഗോവിന്ദനോ അല്ല എന്നുണ്ടെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനോ V ശിവൻകുട്ടി
കൊച്ചുകുട്ടിയോ ജോൺ ബ്രിട്ടാസോ അല്ലെങ്കിൽ എ റഹീമോ അങ്ങനെ വി ജോയിയോ ഒക്കെ തീർത്തും അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയും നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ CPM കൂടുതൽ പ്രതിസന്ധിയിലാഴും. സാറ് നേരത്തെ സൂചിപ്പിച്ച പോലെ CPMന്റെ ആദർശ മുഖങ്ങൾ എന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ആരെയെങ്കിലും മുൻനിർത്തി ഇനി മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തില്ല. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുടെ അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുക്കാതെ ഇനി CPMന് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത് കേന്ദ്ര കമ്മിറ്റി മനസ്സിലാക്കിയിരിക്കുന്നു. അത് തന്നെയാണ് പോളിറ്റ് ബ്യൂറോയിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. അത് ഇന്ന് സംസ്ഥാന സമിതി ഇന്നും നാളെയും ചേരുമ്പോൾ കൃത്യമായൊരു ആലോചന യോഗം നടക്കും. അത് മറ്റൊരു അജണ്ടയായിട്ട് പിന്നീട് ഒരിക്കൽ ചർച്ച ചെയ്യാമെന്ന് കരുതി മാറ്റിവെക്കാൻ സാധിക്കില്ല. പിണറായി വിജയൻ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാനും പറ്റില്ല. എന്തായാലും നമ്മളിത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അവർ പറയും നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചർച്ച ചെയ്യാം, കാരണം നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്ന് പറയും. വേണമെങ്കിൽ നമ്മളത് തത്വത്തിൽ അല്ലെങ്കിൽ ഒരു തർക്കത്തിന് വേണ്ടി സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ സംഭവിക്കാൻ ഇടയുള്ള കാര്യങ്ങൾ ഇത് തന്നെയാണ്. അപ്പോൾ ഒരു നല്ല മാറ്റം CPMൽ ഉണ്ടാകും. ഒരു ജനാധിപത്യ സംവിധാന രീതിയിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കാൻ തുടങ്ങും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഉണ്ടാകട്ടെ, തീർച്ചയായും.